ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മല്ലു ഫ്രം mallu.com. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേരാപ്പാര ഒരു കാര്യമില്ല, വീടിനകത്താണ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കൊറോണ ആയതുകൊണ്ട് അധികം പുറത്തു പോകുന്നില്ല, എന്നാലും നമ്മൾ വീടിനകത്ത് തന്നെ എല്ലാവർക്കും ചുമ്മാ നടക്കുകയാണ് സമയം പോകാനിട്ട്. അതുപോലെ നമ്മൾ എവിടെ നിന്നൊക്കെ നടന്നു പോകുന്ന നമ്മൾ ചുമ്മാ വെറുതെയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമ്മൾ അങ്ങനെ നടക്കുന്നതുകൊണ്ട്. പക്ഷെ ഇനിയും മുതൽ നമ്മൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് കാശ് ഉണ്ടാക്കിയ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു 1000 സ്റ്റെപ്പ് നടക്കുക, നമുക്ക് അതിന് ആരെങ്കിലും ഇങ്ങോട്ട് ക്യാഷ് തരുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അല്ലേ. പക്ഷെ ആര് തരാനാ, നമുക്ക് അങ്ങനെ കാശ് തരാനായിട്ട് ആരും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ട്രിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ആപ്പ്, ആ ആപ്പിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പ് നടക്കുന്തോറും നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് അവർ തരും. ക്യാഷ് മീൻസ് ആ ആപ്പിന്റെ കോയിൻസ് വെച്ച് നമുക്ക് പല പ്രോഡക്ട്സ്, ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ആ ആപ്പിന്റെ ഇത് വെച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആപ്പിന്റെ റിവ്യൂ ആണ് ഇന്ന്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പൊ അതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഞാൻ നമ്മുടെ ചാനലിന്റെ പേരൊന്ന് മാറ്റി. വേറെ ഒന്നും കൊണ്ടല്ല, mallu.com എന്നുള്ള പേര് അത് വേറെ 2-3 ചാനൽസിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്റെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ചാനൽ നമ്മുടെ ചാനൽ എബൌട്ട് സെക്ഷൻ പോലും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചാനലിന്റെ പേര് അങ്ങ് മാറ്റി. ഇപ്പൊ from mallu.com എന്നാണ്. അപ്പോൾ ഇനി മുതൽ ഞാൻ നോക്കി അങ്ങനെ ഒരു ചാനൽ വേറെ ഇല്ല. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് എന്റെ ചാനൽ സെർച്ച് ചെയ്താൽ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചവിട്ടി പൊട്ടിക്കുക. അതുപോലെ ഞാൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ഡം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെട്ടാലെല്ലാം ലൈക്ക് ചെയ്യും. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തു, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ആപ്പിന്റെ പേര് സ്റ്റെപ്സ് അറ്റ് ഗോ എന്നാണ്. എന്റെ ഐക്കൺ കാണിക്കുന്ന SSG എന്നാണ്. ആപ്പിന്റെ ശരിക്കുള്ള പേര് സ്റ്റെപ്സ് അറ്റ് ഗോ എന്നാണ്. ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഒരു ദിവസം എന്തോരം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഗൈസ്, ഇത് ഓട്ടോ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഫുൾ ടൈം ബാറ്ററി അധികം കൺസ്യൂം ചെയ്യത്തുമില്ല. എന്നാൽ നമുക്ക് ഫുൾ ടൈം നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇത് ആപ്പ് തുറക്കുമ്പോൾ നമുക്ക് സെറ്റ് യൂസർ നെയിം കാണിക്കും. നമ്മൾ അവിടെ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mallu, നമ്മുടെ ചാനലിന്റെ പേര് തന്നെ നമുക്ക് കൊടുക്കാം. അതുപോലെ ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഹൈറ്റ്, വെയിറ്റ്, ബർത്ത്ഡേ, ജെൻഡർ. ഹൈറ്റ്, വെയിറ്റ്, ബർത്ത്ഡേ, ജെൻഡർ അവർ ചോദിക്കുന്നത് നമ്മുടെ കാലറീസ് എന്തോരം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ചാനലിന്റെ പേര് കൊടുത്തു mallu. അതുപോലെ തന്നെ ഞാൻ അതുപോലെ ബാക്കി എല്ലാം ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, നെയിം അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ എനിക്കിത് റെഫർ ചെയ്ത് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്കിത് കിട്ടിയത്, ഈ ആപ്പ്. അതുകൊണ്ട് അത് അവിടെ അയാളുടെ ഒരു ID കാണിക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ID മാറ്റി കൊടുക്കുക. ഇനി ഇവരുടെ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവർ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ബട്ട് വെൻ വി യു വാക്ക് ഔട്ട്സൈഡ് 100,000 steps and you earn 1 SSD coins. ഇത് വലിയ കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ ഒരു 1000 സ്റ്റെപ്പ് നടക്കുവാണെങ്കിൽ നമുക്ക് ഒരു കോയിനാണ് SSDയുടെ കിട്ടുന്നത്. സ്റ്റാർട്ട് ഓൺ ലെവൽ 1, റീച്ച് 2 SSD കോയിൻസ് ബൈ വോക്കിംഗ് ടു ലെവൽ അപ്പ്. നമുക്ക് ഒരു ദിവസം 2000 സ്റ്റെപ്പാണ് നമ്മുടെ ജസ്റ്റ് അവർ പറയുന്ന ഒരു നമ്മുടെ ഒരു ആക്ടിവിറ്റി. നമ്മളപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ഹയർ ലെവൽ ദ മോർ യു ക്യാൻ ഏൺ. നമ്മൾ ലെവൽ കൂടുന്തോറും നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ് ഇതിന്റെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്നും ക്ലെയിം ചെയ്യാൻ പറ്റും റിവാർഡ്സ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ലൊക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമ്മൾ ഔട്ട്ഡോർ നടക്കുന്നെങ്കിൽ നമുക്ക് കോയിൻസ് കൂടുതൽ കിട്ടും. നമ്മൾ ഇൻഡോർ ആണെങ്കിൽ അപ്പോൾ നമുക്കത് കുറയുകയും ചെയ്യും. കുറയും മീൻസ് നമുക്ക് സാധാരണ ഒരു 1000 സ്റ്റെപ്സിന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1 രൂപയാണ്, 1 കോയിനാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പുറത്തുകൂടെ നമ്മൾ നടക്കുവാണെങ്കിൽ 1.5 കോയിൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 1000 സ്റ്റെപ്പൊക്കെ നമ്മൾ എങ്ങനെ നടന്നിട്ടാണ് കിട്ടുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. നമ്മൾ അറിയത്തില്ല നമ്മൾ 1000 സ്റ്റെപ്പൊക്കെ നമ്മൾ ഒരു ദിവസം എത്ര നടക്കുന്നുണ്ടോ നമുക്ക് ഒരു പിടുത്തമില്ല. അതുപോലെയാണ് നമ്മൾ ഈ സ്റ്റെപ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇത് നമ്മൾ ഇവർ ചോദിക്കുന്ന പെർമിഷൻസ് എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ നടന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ട്രൈപോഡൊക്കെ കംപ്ലൈന്റ് ആയിട്ടിരിക്കുകയാണ്. അത് അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ചെറുക്കനെ വിളിച്ചിരുന്നു, നമ്മുടെ ക്യാമറമാനോട് ഓനെ ഞാൻ ഒരു ദിവസം പരിചയപ്പെടുത്താം. അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ചുമ്മാ നടക്കുന്ന സമയത്ത് കൗണ്ട് കൂടുന്ന കാണാം. അപ്പൊ നമ്മൾ എന്റെ താഴെ ടോട്ടൽ സ്റ്റെപ്സ് ആണ്
ഇപ്പൊ 394, 96 അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇത് ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ പോക്കറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു എന്തോരം നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒക്കെ ഒരു 5 മിനിറ്റിന്റെ ഒക്കെയാണ്. അപ്പോൾ എനിക്കിവിടെ കോയിൻസും താഴെ കൂടുന്നുണ്ട്. അപ്പൊ ഞാൻ ഫുൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ആപ്പ് വേറെ കുറെ പേര് കുറച്ച് പേർക്ക് ഇതിന് മുമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വേറെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റെപ്സ് മാത്രം കൂടുന്നുള്ളൂ, താഴെ കോയിൻസ് കൂടുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ്, കോയിൻസ് ബൈ സ്റ്റെപ്പ് എന്നുള്ളത് കൂടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ അത് വേറെ കുറെ ടാസ്ക് ഉണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5-10 കോയിൻസ് ഒക്കെ എക്സ്ട്രാ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ നമ്മളിത് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെയും കിട്ടും. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോറും നമുക്ക് പല ഇത് കിട്ടിക്കൊണ്ടേയിരിക്കും. റിവാർഡ്സ് 5 കോയിൻസ്, 10 കോയിൻസ്, 15 കോയിൻസ്, 100 കോയിൻസ് വരെ നമുക്ക് അങ്ങനെ ഏൺ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ബസാർ എന്നുള്ള ഓപ്ഷൻ പല സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ ഇന്ന് നടന്നതെന്ന് പറഞ്ഞാൽ 0.17 കിലോമീറ്റേഴ്സ്. അതുപോലെ തന്നെ എന്റെ കാലറീസ് കുറഞ്ഞത് 8 കാലറി. അതാണ് നമ്മുടെ ഹൈറ്റ് സെന്ററൊക്കെ ചോദിച്ചത്. പിന്നെ കോയിൻ ബാലൻസ് 0. അത് 1000 സ്റ്റെപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് 1 കോയിൻ കാണിക്കും. അതുപോലെ ഇൻവൈറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്നത് പറഞ്ഞാൽ എന്റെ ഇൻവൈറ്റ് കോഡ് MALLU.xlbsz എന്നാണ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വാട്സപ്പ് വഴി ഇൻവൈറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ലിങ്ക് ഇട്ട് കോപ്പി ചെയ്താണെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് പെട്ടെന്നാണ് നോക്കുക 478 സ്റ്റെപ്സ് ആയത്. ഗൈസ് അത് അത്രയ്ക്കും നമ്മൾ അറിയത്തില്ല നമ്മളൊരു ദിവസം എന്തോരം നടക്കുന്നുണ്ടെന്ന്. രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആപ്പാണ്. കാരണം അവര് ഒരു ദിവസം എത്ര കിലോമീറ്റർ ആണ് ഓടുന്നത്. അപ്പോൾ ആ ഇത് നേരെ ഇതിലോട്ടാണ് വരുന്നത്. ഈ ആപ്പ് അത് കൗണ്ട് ചെയ്ത് നമുക്ക് അതിനുള്ള റിവാർഡ്സ് വരും. നിങ്ങൾക്ക് കാണാം ഇവിടെ എന്ത് പെട്ടെന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഏൺ ചെയ്ത കോയിൻസ് നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ്. അത് വളരെ കൂളായിട്ടാണ്. നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേളിൽ നിന്ന് താഴോട്ട് അങ്ങ് ഡ്രാഗ് ചെയ്ത് വിടുക. അപ്പൊ ഒന്നുകൂടെ റീഫ്രഷ് ആവും. അപ്പൊ നിങ്ങൾക്ക് ആ കോയിൻസ് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഇനിയാണ് നമ്മൾ 1000 സ്റ്റെപ്പ് നടക്കുമ്പോഴാണ് നമുക്ക് 1 രൂപ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു പ്രൂഫാണ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഇപ്പൊ 994 സ്റ്റെപ്സ് ആയി. ഇനി ഞാൻ എങ്ങനെയാണ് 1000 സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് അത് 1 രൂപ കിട്ടുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ 1000 സ്റ്റെപ്സ് കൂടുതൽ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ആ ഒരു 1 SSD കോയിൻ അത് കിട്ടുമോ ഇല്ലയോ എന്നറിയാം. ഈ 1000 സ്റ്റെപ്പ് ഞാൻ നടന്നതെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ ചുമ്മാ നടന്ന ഒരു സ്റ്റെപ്സ് ആണിത്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് മേളിൽ അപ്പൊ നോട്ടിഫിക്കേഷൻ വരും, കീപ് ഇറ്റ് വോക്ക് 900 സ്റ്റെപ്സ് മോർ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം 1.13 കോയിൻ ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ കോയിൻസ് അല്ല, നമ്മൾ വേറെ കുറെ റിവാർഡ്സ് എനിക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേറെ പല റിവാർഡ്സും ഇതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഭാഗത്തിൽ തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഇപ്പൊ ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് വന്നത്. അപ്പൊ അയാൾ എന്തോരം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളി അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ആപ്പ്. പുള്ളി ഡൗൺലോഡ് ചെയ്തത് എനിക്ക് അന്ന് തന്നെ എനിക്ക് റിക്വസ്റ്റ് അയച്ചു, ഇൻവൈറ്റ് ലിങ്ക് അയച്ചു. അപ്പൊ ഞാനത് അന്നാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പുള്ളി അപ്പോൾ എന്നെക്കാളും ഒരു 2-3 ഡേയ്സ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളൂ ഈ ആപ്പ്. അപ്പോൾ മൂപ്പര് ജസ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന്റെ സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പുള്ളിയുടെ പേര് എന്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി ടോട്ടൽ സ്റ്റെപ്സ് നടന്നതിന് 1.2 മില്യൺ. അതായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് 10 ലക്ഷം സ്റ്റെപ്സ് ആണ് പുള്ളി ഒരു 1-1.5 ആഴ്ച കൊണ്ട് നടന്നെടുത്തത്. അതായത് ടോട്ടൽ കോയിൻസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ 1395 കോയിൻസ് SSD കോയിൻസ് ആണ്. ഇതിൽ പല ബസാർ എന്ന് പറയുന്ന ഓപ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ പല സാധനങ്ങൾ മേടിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനിയേറ്റം ഈ ഹെഡ്ഫോൺസ് തൊട്ട് iPhone XR വരെ നമുക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി ആപ്പാണ് ഈ SSD എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് നിങ്ങൾക്കും കൂടുതൽ കോയിൻസ് ഒപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത കോയിൻസ് കൊണ്ട് നിങ്ങൾക്ക് പല ഉപയോഗങ്ങളാണ് ഉള്ളത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത്രയൊക്കെ കാണിച്ചത്, ഈ സ്ക്രീൻ റെക്കോർഡിങ് കാണിച്ചത്, അതും ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നതൊക്കെ ഒറിജിനലായിട്ട് കാണിച്ചത്. ഇത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒരു 2 ഡേയ്സ് മുമ്പുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. കാരണം എനിക്കിപ്പോൾ ഇത് നടന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ക്രീൻ റെക്കോർഡിങ്സ് ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം നോക്കിയൊരു കാര്യമാണ്, ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇടയ്ക്ക് നോക്കിയൊരു കാര്യമാണ് ഗൈസ്. അത് ഞാൻ ഇന്ന് രാവിലെ നടന്ന് വണ്ടിയെ കാറിൽ കയറി. അതുപോലെ നമ്മൾ ഷോപ്പിൽ ചെന്നു, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മേടിച്ചു, അതുപോലെ തിരിച്ചു വന്നു. അത്രയും സമയം കൊണ്ട് ഞാൻ നടന്ന സ്റ്റെപ്സ് ആണ് 1868 സ്റ്റെപ്സ്. എന്ത് ചെയ്തിട്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സ്റ്റെപ്സ് കൗണ്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും
അത്രയും സ്റ്റെപ്സ് കൗണ്ട് ഞാൻ ജസ്റ്റ് ആ ഷോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്, അതുപോലെ രാവിലെ വീട്ടിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു സ്റ്റെപ്സ് കൗണ്ട് മാത്രമാണ് ഈ ഒരു 3000 സ്റ്റെപ്സിന് അടുത്തെത്താറായി. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും ഇപ്പൊ ബസാറിന്റെ ബസാറിലുള്ള ഫീച്ചേഴ്സ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ആപ്പ് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് കാണുന്നതാണ്. അപ്പൊ എന്റെ ഇന്നത്തെ കോയിൻസും കൂടെ ഞാൻ നോക്കട്ടെ എത്രയാണെന്ന്. റീഫ്രഷ് നെറ്റ്വർക്ക് ഇഷ്യൂസ്. ഇപ്പൊ എല്ലാവരും ലോക്ക്ഡൌൺ ആയി വീട്ടിൽ ഇരിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് ഒക്കെ ഭയങ്കര പിന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ ഇപ്പൊ എനിക്ക് കിട്ടിയത് ഇന്നത്തെ തന്നെ 3.62 3.62 കോയിൻസ് ആണ് ഇനി ഞാൻ ഏൺ ചെയ്തിരിക്കുന്നത് 2868 സ്റ്റെപ്സ് നടന്നപ്പോൾ. ഗൈസ് അതാണ്. അപ്പൊ ഞാൻ ഇന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.94 കിലോമീറ്റർ. നമ്മൾ അറിയുന്നത് നമ്മൾ ഇപ്പൊ നമ്മുടെ റൂം തൊട്ട് കിച്ചൺ വരെ സാധാരണ ഞാൻ എന്നെ പോലുള്ള ആൾക്കാർ അതായത് ഫുൾ ടൈം ഞാൻ കിച്ചണിൽ കയറും, വല്ല കഴിക്കാണ്ടോ നമുക്ക് തിരിച്ചിറങ്ങി വരും. എന്റെ ഒരു ഹോബി ആയിപ്പോയി. മിക്കപ്പോയി ലോക്ക്ഡൌൺ ആയി വീട്ടിലിരിക്കുന്നുണ്ട് നമ്മുടെ മച്ചാന്മാരെല്ലാവരും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യമില്ല, അടുക്കള കയറും എന്തെങ്കിലും ഉണ്ടോ നോക്കും, അതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഗൈസ് ഇന്ന് അങ്ങനെ നടന്നതാണ് ഈ ജസ്റ്റ് 2 കിലോമീറ്ററിന് അടുത്ത്. അതുപോലെ എന്റെ കാലറീസ് ബേൺ ചെയ്തത് 93 കാലറീസ്. എന്റെ ഇപ്പൊ കോയിൻ ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ 36 കോയിൻസ് ആണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ദീസ് ടാസ്ക്. ആ ടാസ്ക് എടുക്കുക, അത് ഞാൻ പലതും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഈ കോയിൻസ് കൂടി റീച്ച് ലെവൽ 2. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ലെവൽ 2 ചെന്നതുകൊണ്ട് എനിക്ക് ഇന്ന് അതിന്റെ കൂടെ കിട്ടാനുണ്ട്. യെസ്. അപ്പൊ അങ്ങനെ 5 കോയിൻസ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ബസാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബസാർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് മേടിക്കാൻ പറ്റുന്നത്, നമ്മുടെ കോയിൻസ് അവൈലബിലിറ്റി, നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഹെഡ്ഫോൺ ഉണ്ട്, ഇങ്ങനെ എന്താ സൺഗ്ലാസ് ഉണ്ട്, എല്ലാ ടീഷർട്ട്സ്, ഫ്രീ ഫോട്ടോ, അതുപോലെ തന്നെ ഫ്രീ ഇവോ ഗെയിം പാഡ് പ്രോ 4 വരെ ഉണ്ട്. അതുപോലെ നമുക്ക് ഐഫോൺ XR ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ നമുക്ക് ഗെറ്റ് റിവാർഡ്, ഞാൻ ഇവിടെ ഈ ഗെറ്റ് റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് കണ്ടുകൊണ്ട് നമുക്ക് റിവാർഡ് ഇവിടെ യെസ് ഗൈസ്. അപ്പൊ ഇന്നത്തെ എനിക്ക് 1 കോയിൻ അതുപോലെ തന്നെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് റിവാർഡ് ഈ ആഡ് കണ്ടതിന്. അപ്പൊ എനിക്ക് ഇനിയും 14 മിനിറ്റ് കഴിയുമ്പോഴാണ് ആഡ് കാണാൻ. 15 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഈ ആഡ് കാണും തോറും നമുക്ക് ഓരോ കോയിൻസ് വെച്ച് 5 കോയിൻസ് അങ്ങനെ എക്സ്ട്രാ കിട്ടുന്നതാണ്. നല്ല അടിപൊളി ഒരു ആപ്പാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ഇത് യൂസ് ചെയ്യാനാണ് എന്തായാലും പറയത്തുള്ളൂ. അപ്പൊ ഇത്രയുള്ള ഈ ആപ്പിന്റെ വിശേഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് അത് വെച്ച് ഏൺ ചെയ്ത് നമുക്ക് പല പ്രോഡക്ട്സും മേടിക്കാൻ പറ്റുന്ന ഒരു ആപ്പിന്റെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരൊക്കെ ഡിസ്ലൈക്ക് ചെയ്യുക, നോ പ്രോബ്സ്. അതുപോലെ നിങ്ങൾ കമന്റ് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്താൽ പറ്റും. നിങ്ങളുടെ സജഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലും പറ്റി ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം കമന്റ് ചെയ്യണം. ആ കമന്റിലൂടെയാണ് നമുക്ക് നമ്മുടെ ചാനലിന്റെ അല്ലെങ്കിൽ എനിക്കാണെങ്കിലും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബെല്ലൈക്കൺ നമുക്ക് പോട്ടെ. അതുപോലെ തന്നെ ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.